സോ ക്വസ്റ്റ്യൻ ഇസ് ഡിറ്റർമൈൻ കൊളാപ്സ് ലോഡ് ഫോർ ദ ഫോളോയിങ് ഫിഗർ. ഈ ഒരു ഫിഗറിൻ്റെ കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ഇവിടെ നമുക്കൊരു ബീം തന്നിട്ടുണ്ട്, രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. ഇവിടെ L/2 വരെയാണ് ഒരു ക്രോസ് സെക്ഷനാണ്, ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് സെക്ഷന് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ട് മെക്കാനിസം ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് ഹിഞ്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് എൻഡും ഫിക്സ്ഡ് ആയതുകൊണ്ട് എന്തുണ്ടാവും, അവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ലോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാകും. പിന്നെ ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യല്ലേ, അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ആദ്യം നമ്മൾ ഈ ലോഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരുന്ന ഡയഗ്രാം വരയ്ക്കാം. സോ മെക്കാനിസം 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ലോഡിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ എ പറഞ്ഞ പോയിന്റിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഇവിടുത്തെ മൊമെൻ്റ് എന്താണ്, 2mp ആണ്. സോ 2mp എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ലോഡിൻ്റെ താഴെ എന്തുണ്ടാവും, ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാം. സോ ലോഡിൻ്റെ താഴെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്തു. അതെന്ന് പറയുന്നത് ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ, 2mp. ഇനി ഈ എൻഡിലെന്താണ്, എൻഡിലത്തെ മൊമെൻ്റ് എന്താണ്, mp. ഓക്കെ, ഇപ്പോൾ 3 മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, 3 പ്ലാസ്റ്റിക് ഹിഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അതിന് അവിടുത്തെ കറസ്പോണ്ടിങ് mp ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2mp എന്നായിരിക്കും വരുന്നുണ്ടാവുക, ഇവിടെ 2mp, ഇവിടെ mp. ഇനി ഈ ലോഡ് വരുന്ന ഡിസ്റ്റൻസ് ഇത് L/3 ആണ്. ഇത് L/3 ആണെങ്കിൽ ഇതെന്താണ്, 2L/3. ഇത് θ1, ഇത് θ2, ഇത് θ1, ഇത് θ2. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, θ1 കണ്ടുപിടിക്കണം. θ1 എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ θ1 എന്ന് പറയുന്നത് δ/L/3. സോ δ/L/3. സോ ഇതിന് ഡെൽറ്റൻ്റെ വാല്യൂ എന്ത് കിട്ടും, θ1 × L/3. ഇനി നമ്മൾ സെയിം പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സോ θ2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ δ/2L/3 എന്ന് കിട്ടി. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു θ2 × 2L/3. ഓക്കെ, സോ നമുക്ക് രണ്ട് ഡെൽറ്റയും സെയിം അല്ല കിട്ടിയത്. ഈ ഡെൽറ്റയും ഈക്വേറ്റ് ചെയ്യുക. സോ θ1 × L/3, പിന്നെ എന്താണ് θ2 × 2L/3. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, θ1 = 2θ2 എന്ന് കിട്ടും. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻറ്റർണൽ വർക്ക് ഡൺ. ഇൻറ്റർണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, മൊമെൻറ്റ് ഇൻറ്റു റൊട്ടേഷൻ. സോ അത് എയിൽ എന്താണ്, 2mp × θ1, 2mp × θ1. അടുത്ത 2mp × θ1 + θ2, 2mp × θ1 + θ2. അത് കഴിഞ്ഞിട്ട് mp × θ2, mp × θ2. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് 2mp θ1 അതേപോലെ എഴുതി വെച്ചു. 2mp × θ1 അത് എഴുതി, 2mp × θ2 എഴുതി. പിന്നെ ബാക്കി എന്താണ്, mp θ2. ഇവിടെ എത്ര θ1 ഉണ്ട്, 4. സോ 4mp θ1. θ2 എന്താണുള്ളത്, 2ഉം 1ഉം. സോ 3mp θ2. ക്ലിയർ അല്ലേ? സോ 4mp θ1 + 3mp θ2. ഇനി θ1 നമ്മൾ ഓൾറെഡി റിലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, θ1 = 2θ2. സോ θ1ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 2θ2 എന്ന് കൊടുക്കുക. സോ 4mp 2θ2 + 3mp θ2 രണ്ടും കൂടെ ആഡ് ചെയ്താൽ സോ വി ഗെറ്റ് 11mp θ2. സോ നമുക്ക് എന്തുണ്ട്, ഇൻറ്റേർണൽ വർക്ക് ഡൺ കിട്ടി. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്താ, ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ഇവിടുത്തെ ലോഡ് എന്താ, W. അതിന് കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ എന്താ, ഡെൽറ്റ. സോ WC × ഡെൽറ്റ. ഡെൽറ്റക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇൻറ്റേർണൽ വർക്ക് ഡൺ നമ്മൾ θ2ൻ്റെ ടേംസിലല്ലേ ഇത്. സോ ഡെൽറ്റ നമ്മൾ θ2ൻ്റെ ടേംസിൽ ഡെൽറ്റനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റന് θ2ൻ്റെ ടേംസിൽ ഡെൽറ്റ ഇതല്ലേ, ഡെൽറ്റ = θ2 × 2L/3. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, WC × θ2 × 2L/3. സോ നമുക്ക് രണ്ട് ടേമും കിട്ടി, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ 11mp θ2 = WC × θ2 × 2L/3. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 16.5 MPL എന്ന് കിട്ടും. നെക്സ്റ്റ് മെക്കാനിസം 2 ചെയ്യണം, കാരണം പ്ലാസ്റ്റിക് ഹിഞ്ച് ചേഞ്ച് ചെയ്യുന്ന ക്രോസ് സെക്ഷനിലും സംഭവിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ മെക്കാനിസം 2 കണ്ടുപിടിക്കണം. സോ മെക്കാനിസം 2 വരുന്ന സമയത്ത് എന്താ ഫിഗർ വരിക, ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
അപ്പോൾ ഇതാണ് മെക്കാനിസം 2. അപ്പോൾ ഇതിന് ഫിഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഈ ഒരു പോയിന്റിൽ എന്താ വരിക, ഇവിടെ ഈ എൻഡിൽ എത്ര 2 MP, ഈ ഒരു എൻഡിൽ എത്ര MP. ഇനി ഇവിടെയാണ് നമുക്കറിയാത്തത്, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. ഇവിടെ 2 MP ഉണ്ട്, MP ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, സ്മോളസ്റ്റ് MP എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക, MP ആയിരിക്കും വരുന്നുണ്ടാവുക. എപ്പോഴും വീക്കായിട്ടുള്ള അവിടെ ഭാഗത്തായിരിക്കും മൊമെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇഞ്ച് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ 2 MP ഉണ്ട്, MP ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് വേണമെന്നുള്ളത് എന്താണ്, MP ആയിരിക്കും. അപ്പോൾ MP ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. മറ്റത് സാധാ പോലെ ഈ ഒരു എൻഡിൽ എത്രയാണ്, ഈ എൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ 2 MP ആണ്, ഇവിടെ 2 MP. ഈ എൻഡിൽ ഇവിടെ എന്താണ്, MP ആണ്. ഇവിടെ മാത്രമാണ് കൺഫ്യൂഷൻ വരിക. ഇവിടെ ഈ രണ്ടിലും സ്മോളസ്റ്റ് വൺ എടുക്കുക, സോ MP. സോ അതാണ് ഈ ഫിഗർ വരച്ചിട്ടുള്ളത്. ഇവിടെ 2 MP, ഇവിടെ MP, ഇവിടെ MP. ഇതിൻ്റെ ഇവിടെ θ1, ഇവിടെ θ1, ഇവിടെ θ2, ഇവിടെ θ2. ഇനി ആ ഒരു ചേഞ്ച് വരുന്നിടത്ത് നമ്മളിവിടെ ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടെ ഒരു ലോഡ് ഉണ്ടായിരുന്നു അല്ലേ, L/3 പറഞ്ഞ ഡിസ്റ്റൻസിൽ. ആ ഒരു അവിടുത്തെ ലോഡിൻ്റെ കറസ്പോണ്ടിങ് ഡെൽറ്റ നമ്മൾ Δ1 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം θ1 കണ്ടുപിടിച്ചു. θ1 എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എത്ര L/2, ഡെൽറ്റ ഡിവൈഡഡ് ബൈ L/2. അടുത്ത് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ θ2 എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ഡിവൈഡ് ബൈ L/2. സോ ഇവിടെ രണ്ട് θ1 θ2 സെയിം അല്ലേ. സോ θ1 = θ2 = എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് Δ1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, അത് ട്രയാങ്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. സോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, L/2. ഡെൽറ്റ ഡിവൈഡഡ് ബൈ L/2 ഈക്വൽ ടു Δ1 ഡിവൈഡഡ് ബൈ ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് എത്രയാണ്, L/3. ഒന്നുകൂടി പറയാം, സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്ത് Δ1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ Δ1 എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡിവൈഡഡ് ബൈ L/2 is equal to Δ1 ഡിവൈഡഡ് ബൈ ഈ ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ്, Δ1 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്, അത് എത്രയാണ്, L/3. സോ ഫ്രം ഹിയർ വി ഗെറ്റ് Δ1 is equal to L/3 by L/2 into ഡെൽറ്റ. സോ Δ1 is equal to 2/3 into ഡെൽറ്റ എന്ന് കിട്ടും. സോ ഡെൽറ്റൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫസ്റ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെൽറ്റൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്, ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ ഇതിൽ നമുക്ക് ഡെൽറ്റൻ്റെ വാല്യൂ എഴുതി കൂടെ. ഡെൽറ്റ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, ഡെൽറ്റ is equal to L/2 into θ എന്ന് എഴുതി കൂടെ. L/2 into θ, കാരണം θ1 എന്ന് പറയുന്നത് ഇവിടെ θ അല്ലേ. സോ ഡെൽറ്റൻ്റെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്താൽ L/2 into θ എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടത്. L/2 into θ1 എന്ന് പറയുന്നത് എന്താണ്, L/2 into θ1. ഡെൽറ്റൻ്റെ സ്ഥാനത്ത് L/2 into θ1 എന്ന് എഴുതി. സോ 2/3 into L/2 into θ1. സോ ഈ 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, L/3 into θ1. θ1 എന്ന് പറയുന്നത് θ തന്നെയല്ലേ. അപ്പോൾ സോ L/3 into θ എന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇൻറ്റേർണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റ് ഇൻറ്റു റൊട്ടേഷൻ. സോ ഇവിടെ എന്തൊരു 2 MP into θ1 പ്ലസ് MP into θ1 പ്ലസ് θ2 പ്ലസ് MP into θ2. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് 2 MP θ1 MP θ1 പ്ലസ് MP θ2 പ്ലസ് MP θ2. സോ വി ഗെറ്റ് MP θ1 പ്ലസ് 2 MP θ2. ഇനി നമ്മൾ എന്ത് ചെയ്യുക, θ1 എന്ന് പറയുന്നത് എന്താണ്, θ1 is equal to θ2 is equal to θ എന്ന് എഴുതി. സോ നമ്മളിവിടെ എന്ത് ചെയ്യുക, θ1ൻ്റെ θ2ൻ്റെ സ്ഥാനത്ത് θ എന്ന് എഴുതുക. സോ 3 MP θ പ്ലസ് 2 MP θ is equal to 5 MP θ. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഉണ്ടാവുന്ന ലോഡിൻ്റെ അവിടുത്തെ കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ എന്താ, W ഇൻറ്റു Δ1. W ഇൻറ്റു Δ1 ആണ്. സോ W ഇൻറ്റു Δ1. Δ1 നമ്മൾ ഓൾറെഡി ഒരു വാല്യൂ കണ്ടുപിടിച്ചില്ലേ. Δ1 എന്ന് പറയുന്നത് ഇവിടെ എന്താ കണ്ടുപിടിച്ചത്, L/3. Δ1 എന്ന് പറയുന്നത്
ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? L/3 തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ നമ്മൾ ഡെൽറ്റ 1ൻ്റെ സ്ഥാനത്ത് ഇവിടെ നിന്ന് കൊടുക്കുക L/3 തീറ്റ എന്ന് കൊടുക്കുക. WC = L/3 തീറ്റ എന്ന് കൊടുക്കുക. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ വർക്ക് ഡൺ. സോ ഇൻറ്റേർണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 5 MP തീറ്റ. എക്സ്റ്റേണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു WC × L/3 തീറ്റ. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15 MP/L. സോ നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. സോ മിനിമം വിൽ ബി 15 MP/L. That's it.